നമസ്കാരം. ഇതൊരു ഇലക്ട്രിക് 3-വീലർ ആണ് കേട്ടോ. മുന്നിൽ 2 ചക്രവും അതുപോലെ തന്നെ പിറകിൽ 1 ചക്രവും. ഈ ഒരു 3-വീലർ കാണുമ്പോൾ നമുക്ക് പഴയ കാലത്തുണ്ടായിരുന്ന ഇതുപോലെയുള്ള സൈക്കിളിന്റെ 3-വീലർ ഒക്കെയാണ് ഓർമ്മ വരുന്നത് അല്ലേ? പല മോഡലുകളിലുള്ള സൈക്കിൾ 3-വീലറുകൾ പണ്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ അങ്ങനെ അധികം ഒന്നും കാണാനില്ലെന്ന് മാത്രം. പൂനെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ക്രോക്ക് EV. അശോക് ലേലാൻഡ് എന്ന കമ്പനിയിൽ ജോലി ചെയ്ത് വിരമിച്ച 2 പേരാണ് ക്രോക്ക് EVക്ക് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. ഗായത്രി ജദാനും ആദിത്യ പൂപ്പലയും. പലരുടെയും ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്താണ് ഇവർ ഈ വണ്ടി നിർമ്മിച്ചതെന്ന് പറയുന്നുണ്ട്. ഈ വണ്ടി ഒരു ഗുഡ്സ് കാരിയറാണ്. ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഡെലിവറി ജോലി ചെയ്യുന്നവരുടെ ബുദ്ധിമുട്ട് നമ്മൾ കാണാറുള്ളതാണ് അല്ലേ? ഒരു സ്കൂട്ടറിന്റെ മുന്നിലും പിന്നിലും ഒക്കെ സാധനം നിറച്ചു വെച്ചാണ് അവർ കൊണ്ടുപോകാറുള്ളത്. അത് മാത്രമല്ല, അതുപോലെ ഒരുപാട് ഡെലിവറി ജോലികൾ. പക്ഷെ ഒരു സ്കൂട്ടറിൽ നമുക്ക് മാക്സിമം ഒരു സമയത്ത് എത്ര സാധനം കൊണ്ടുപോകാൻ സാധിക്കും? അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് അല്ലേ? മാത്രമല്ല, അതിൽ ഒരുപാട് റിസ്ക്കും ഉണ്ട്. ആ ഒരു പ്രശ്നത്തിനുള്ള വലിയൊരു പരിഹാരമാണ് ഈ വണ്ടി. സാധാരണ ഒരു സ്കൂട്ടറിൽ നമുക്ക് മാക്സിമം എത്ര ബൂട്ട് സ്പേസ് ഉണ്ടാവും? 30 ലിറ്റർ അല്ലെങ്കിൽ 35 ലിറ്റർ അല്ലേ? പക്ഷെ ഈ വണ്ടിയിൽ 350 ലിറ്ററിന്റെ ബൂട്ട് സ്പേസ് ആണുള്ളത്. 350 ലിറ്ററിന്റെ കാർഗോ വോളിയം, അങ്ങനെ ഒരു വാക്കാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് സാധാരണ സ്കൂട്ടറിലൊക്കെ ഉള്ളതിനെക്കാട്ടും 10 ഇരട്ടി കൂടുതൽ സ്പേസ്. അതേപോലെ 100 കിലോഗ്രാം ആണ് ഈ വണ്ടിയുടെ പേലോഡ് കപ്പാസിറ്റി. അതായത് നമുക്ക് 100 കിലോഗ്രാം ഭാരം ഈ സ്പേസിൽ വളരെ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അത് മാത്രമല്ല കേട്ടോ, ഈ വണ്ടിക്ക് ബാലൻസ് ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ ഈ കാലിനൊക്കെ അസുഖമുള്ളവർക്കും ഇതൊരു വലിയ ആശ്വാസമായിരിക്കും. ചെറിയ രീതിയിലുള്ള ഡെലിവറി ജോലികൾക്കൊക്കെ അവർക്കും ശ്രമിക്കാലോ അല്ലെ? ഇനി നമുക്ക് ഈ വണ്ടിയുടെ ടെക്നിക്കൽ സ്പെക്സും അതുപോലെ തന്നെ എത്ര വിലയാകുമെന്നും നോക്കാം. ആദ്യം തന്നെ പറയട്ടെ, ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, അതായത് ARAIയുടെ അപ്രൂവൽ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വണ്ടി ഇനി റോഡിൽ ഇറങ്ങാൻ അധിക താമസമൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. 2 കിലോവാട്ട് PMSM മിഡ് ഡ്രൈവ് മോട്ടോറാണ് ക്രോക്ക് EVയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ചെയിൻ ഡ്രൈവ് ആണ് കേട്ടോ. 25 km/h ആണ് ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ്. ലൈസൻസും രജിസ്ട്രേഷനും ഒന്നും ആവശ്യമില്ലാത്ത ലോ സ്പീഡ് കാറ്റഗറിയിൽ പെടുന്ന വണ്ടിയാണിതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ടായിരിക്കാം 25 km/h സ്പീഡിലേക്ക് ലിമിറ്റ് ചെയ്തത്. പക്ഷെ ഞാൻ ആലോചിക്കുന്ന കാര്യം അതല്ല, ഡെലിവറി ജോലിയൊക്കെ ചെയ്യുന്ന ഒരാള് ഇത്രയും കുറഞ്ഞ സ്പീഡിലുള്ള വണ്ടി വാങ്ങിക്കുമെന്നാണ്. കാരണം അവർക്ക് നല്ല സ്പീഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഓരോ ദിവസത്തെയും അവരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ഗുഡ്സ് കാരിയർ ആയിട്ട് നമുക്ക് സിറ്റിയിൽ ഈ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിയ ചെലവില്ലാണ്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനിയിപ്പോൾ നമ്മൾ വണ്ടിയുടെ ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 2 ഓപ്ഷനാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. 2 kWh ഒരു ലിഥിയം അയൺ ബാറ്ററി ഉള്ള വേരിയന്റും 2 kWh തന്നെ 2 ലിഥിയം അയൺ ബാറ്ററി ഉള്ള മറ്റൊരു വേരിയന്റും 4 kWh ഉള്ള വേരിയന്റ്. ഈ ബാറ്ററികളൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും കേട്ടോ. ഇവർക്ക് ബാറ്ററി സ്വാപ്പബിൾ ടെക്നോളജിയും ഉണ്ട്. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവർക്കുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് നമുക്ക് ഈ വണ്ടിയുടെ ബാറ്ററി നോർമൽ ആയിട്ട് ചാർജ് ചെയ്യാം. അതിന് പക്ഷേ കൂടുതൽ സമയം വേണമെന്ന് മാത്രം. 2 ബാറ്ററി ഫുൾ ചാർജ് ചെയ്യാൻ ഏകദേശം 5 മണിക്കൂറാണ് വേണ്ടത്. അങ്ങനെയാണ് ഇവർ പറയുന്നത്. അതേപോലെ ഒരു ബാറ്ററി ഉള്ള 2 kWh വേരിയന്റിന് ഒറ്റ ഫുൾ ചാർജിൽ 35 കിലോമീറ്റർ ട്രൂ റേഞ്ചും 2 ബാറ്ററി ഉള്ള 4 kWh വേരിയന്റിന് ഒറ്റ ഫുൾ ചാർജിൽ 70 കിലോമീറ്റർ ട്രൂ റേഞ്ചുമാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. ഇവർ ഈ പറഞ്ഞ റേഞ്ച് വണ്ടിയിൽ 100 കിലോഗ്രാം ഭാരം വെച്ച് നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് കിട്ടുന്ന ട്രൂ റേഞ്ച് ആണെന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. റഗ്ഡ് ഫൈബർ പ്ലാസ്റ്റിക് ബോഡിയാണ് ഈ വണ്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാം ഡിസ്ക് ബ്രേക്സ് ആണ്. ഡിജിറ്റൽ ക്ലസ്റ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ USB ചാർജിംഗ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. ക്രോക്ക് EVയുടെ ബാറ്ററിക്കും മോട്ടോറിനും 3 വർഷം വാറന്റിയാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. പക്ഷെ എത്ര കിലോമീറ്റർ ആണെന്നുള്ള കാര്യം അവരെവിടെയും പറഞ്ഞതായിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. ഇനി നമ്മൾ ഈ വണ്ടിയുടെ വിലയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു ബാറ്ററി ഉള്ള 2 kWh വേരിയന്റിന് 1,75,000 രൂപയും 2 ബാറ്ററി ഉള്ള 4 kWh വേരിയന്റിന് 2,05,000 രൂപയുമാണ് ഓൺ ദ റോഡ് പ്രൈസ്. പിന്നെ ഇവർ ഈ വണ്ടി ലീസിനും കൊടുക്കുന്നുണ്ട്. ഒരു ബാറ്ററി ഉള്ള 2 kWh വേരിയന്റിന് 1 മാസത്തേക്ക് 10,000 രൂപയും 2 ബാറ്ററി ഉള്ള 4 kWh വേരിയന്റിന് 1 മാസത്തേക്ക് 12,000 രൂപയുമാണ് നമ്മൾ നൽകേണ്ടത് ലീസിന് എടുക്കുന്ന സമയത്ത്. ഈ ക്രോക്ക് EV എന്ന് പറഞ്ഞ ഈ ഒരു ഇലക്ട്രിക് 3-വീലർ പലർക്കും വളരെ ഉപകാരപ്പെട്ടേക്കാവുന്ന ഒരു വണ്ടിയാണെങ്കിലും ഇവരിത് ലോ സ്പീഡ് കാറ്റഗറിയിൽ ഇറക്കിയത് കൊണ്ട് എത്രത്തോളം വിജയിക്കുമെന്ന് കണ്ടറിയണം. അതുപോലെ തന്നെ ഈ വണ്ടി ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവരുടെ വെബ്സൈറ്റിലും അതുപോലെ തന്നെ ആപ്പിലും ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ആരും ദയവ് ചെയ്ത് ചാടി കയറി ഈ വണ്ടി ബുക്ക് ചെയ്യാതിരിക്കുക. കുറച്ചു കാലം നമ്മൾ കാത്തിരുന്ന് ഈ കമ്പനിയെ കുറിച്ചും അതുപോലെ തന്നെ ഈ വണ്ടിയെ കുറിച്ചും കൂടുതൽ വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. ഇവര് തട്ടിപ്പാണെന്നൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഇവര് വിജയിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. പക്ഷെ പല സ്റ്റാർട്ടപ്പ് കമ്പനികളുടെയും അവസ്ഥ നമ്മൾ കണ്ടതാണ്. പലരും നേരിട്ട് അനുഭവിച്ചതുമാണ്. സോ ലെറ്റ്സ് പ്ലീസ് വെയിറ്റ്.